ഇന്ന് ഉത്രാടമാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞാനൊരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഒരു 250 ഗ്രാമോളം ഇഞ്ചി അതാണ്ട് അതിനടുത്തുണ്ട്. അത് ഇത്രയും കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്ക് പുളി കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയൊരു നെല്ലിക്കയല്ല ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം കുതിരാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഇഞ്ചിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാവരും വെക്കുന്നത് പോലെ അല്ല ഞാൻ വെക്കുന്നത്. പല രീതിയിൽ വെക്കാമല്ലോ. നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരുപാട് പല പല രീതിയിലാണ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് വയ്ക്കുന്നത്. ഓരോ നാടിൻ്റെ അനുസരിച്ചല്ല വയ്ക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എളുപ്പമുണ്ട്. ഇതിപ്പം അല്ലെങ്കിൽ പിന്നെ അത് വറുത്തെടുത്ത് അത് കുറച്ച് സമയം എടുക്കും. അത് പാടാം. എല്ലാം ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വറുത്തെടുക്കുമ്പോഴെല്ലാം ഒരുപോലെ പാകമായിട്ട് വരത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഇതിങ്ങനെ എല്ലാം ഇത് അരച്ചിട്ട് പിഴിഞ്ഞെടുത്ത് അത് വെച്ചിട്ട് ബാക്കിയുള്ളത് അരിപ്പിലൂടെ അരിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് വെള്ളം കളയരുത് കേട്ടോ. എന്നിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇതിൽ ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി ആദ്യമേ ഇടുന്നെങ്കിൽ ഇടാം, ഇതിൻ്റെ കൂടെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ഇത് അടിയിൽ പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട, നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. തുടക്കത്തിൽ ചിലപ്പോൾ അടി പിടിക്കും തോന്നും, അത് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുത്തിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും. ആ സിമ്മിലിട്ട് വേണം അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കരിയും ഉള്ളു വേകാതെയും മൂക്കാതെയൊക്കെ ഇരിക്കും ചിലപ്പോൾ. അങ്ങനെയൊക്കെ വരും. എല്ലാം ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ തന്നെ വേവിക്കുന്നത്, അത് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അടിയിൽ പിടിക്കില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും അടിയിലൊന്നും പിടിക്കത്തില്ല. നന്നായിട്ട് തന്നെ ഇളക്കാനും പറ്റും. എണ്ണയൊക്കെ അതിൽ നിന്ന് തിരിച്ചിറങ്ങി വരും. നമുക്കിപ്പം നമ്മൾ കുറേ എണ്ണ കോരി ഒഴിച്ച് വറുത്തെടുക്കുമ്പം എല്ലാവരെയും നോക്കണമല്ലോ. അപ്പോൾ അത്രയും കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ച് വറുത്തെടുക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടാവില്ലേ. അപ്പം നമുക്കതിങ്ങനെ ഇതിപ്പം കുറച്ച് എണ്ണ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഏതാണ്ട് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുക്കുന്നത് വരെ കാത്തിരിക്കണം. തണുത്തതിന് ശേഷം നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കുമ്പോൾ എണ്ണ അധികം തിരിച്ചിറങ്ങി വരും കേട്ടോ. അതങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിൽ തന്നെ ഇട്ടിട്ട് അത് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് പൊടിയുണ്ടെങ്കിൽ ഒന്ന് കറക്കി എടുത്തിരുന്നാലും മതി. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തന്നെ ഇറങ്ങി വരും. അത്രത്തോളം വേണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ നന്നായിട്ട് എടുത്തിരിക്കുന്നത്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാട്ടോ. എന്നിട്ട് നല്ലെണ്ണയിലാണ് പിന്നെ ബാക്കി ചെയ്യുന്നത്. നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ട് ലാസ്റ്റ് ഞാൻ പ്രസ് ചെയ്ത് എണ്ണ ഒഴിച്ചത് അതിൻ്റെ അടപ്പ് തുറന്നങ്ങ് വീണ് പോയി അതിനകത്ത്. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ എന്നിട്ടിത് അങ്ങനെ ചെയ്യാം. ഇത് ഞാനിപ്പം ലാസ്റ്റ് താളിച്ച് ഒഴിക്കുന്നതിന് പകരം ഞാൻ ഇതിൽ തന്നെ ഇട്ടത്. പച്ചമുളക് ഇട്ടതിന് ശേഷം ഞാൻ ഓർത്തത് ഇപ്പം അങ്ങനെ ചെയ്യാമെന്ന് കരുതി. പിന്നീട് കടുകും വറ്റൽമുളകും കറിവേപ്പിലെല്ലാം അതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്താലും മതി. ലാസ്റ്റ് താളിച്ച് ഒഴിച്ചാലും മതി. ഞാൻ കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അവനവൻ്റെ ഇഷ്ടം അങ്ങനെ ചെയ്യാം. ഇത് എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. എന്നിട്ട് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. എല്ലാം എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. അതാണ് വറുത്തെടുക്കാതെ ഞാനിങ്ങനെ എല്ലാം അരച്ചെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് തന്നെ. എന്നിട്ട് മുളക് പൊടി ഒരു 150 ഗ്രാമിനോളം ഉണ്ടെന്ന് ഏകദേശം അടുത്തുണ്ട് ഇഞ്ചി. അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇട്ടത്. 3 സ്പൂൺ ശരിക്കും പറഞ്ഞാൽ 3 സ്പൂൺ മുളക് പൊടി ഇടണം. ഞാനിപ്പോൾ 2 ഇട്ടിട്ടുള്ളൂ. എനിക്ക് അത്ര മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് അത്രയും എരിവ് വേണ്ടായിരുന്നു. തൊട്ട് കൂട്ടാനുള്ളതാണ്. ഇലയിൽ ഒഴിക്കുമ്പോൾ ഒലിച്ച് പോകാത്ത രീതിയിൽ തൊട്ട് കൂട്ടാനുള്ള ഒരു തൊടുകറിയായിട്ടത് എടുക്കുന്നത്. എന്നിട്ട് പുളിവെള്ളം ഒഴിക്കുന്ന ക്യാമറ എങ്ങനെയോ അത് ഓഫായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അത് ഓർത്തില്ല. ലാസ്റ്റ് വന്നപ്പോഴേക്കും അത് ഓർമ്മ വന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഇഞ്ചി പിഴിഞ്ഞ ചാറുണ്ടല്ലോ, അത് കളയരുത്. അതുകൂടി ഇതിനകത്ത് ഒഴിക്കുക. അത് കുറച്ച് നേരം അനക്കാതെ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇതെല്ലാം അടിഞ്ഞിരിക്കുന്നവർ തോന്നും കട്ടിക്കിരിക്കും. പക്ഷെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ചോട്ടെ. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നല്ല ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഇതുവരെയും. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഒരല്പം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് തിളച്ച് വരണം. എന്നതിന് ശേഷമേ ബാക്കിയുള്ളതൊക്കെ ബാക്കി നമ്മൾ ഇഞ്ചി അരച്ച് വെച്ചിരിക്കുന്നതൊക്കെ ചേർക്കാവൂ. ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം ഇഞ്ചി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഞാൻ ശർക്കര ഒരല്പം ഒരു മീഡിയം പീസും ചെറിയൊരു പീസും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഇഞ്ചി പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് എണ്ണ ഉള്ളതുകൊണ്ടാണ് നന്നായിട്ട് അരച്ച് വരുമ്പോൾ തന്നെ എണ്ണ അതിൽ നിന്ന് ഇറങ്ങും. അതാണ് ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നത്, കട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ആ ജാറും കൂടി കഴുകി ഒഴിക്കുക. ഇഞ്ചി ആകപ്പാടെ പൊടിച്ചെടുക്കുമ്പോൾ അല്പമേ കാണത്തുള്ളൂ. അതിൻ്റെ കൂടെ അത് പിന്നെ കളയാൻ പറ്റത്തില്ല. അതും കൂടി കഴുകി ഒഴിക്കുക. പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അത്
നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇഞ്ചി എന്ന് പറഞ്ഞ തൊടുകറിയാണ് പറഞ്ഞല്ലോ, അത് അത്രയും വറ്റി വരണം. അത് വെള്ളം ഒഴിക്കുന്നത് അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ല അതുകൊണ്ടാണ് ഈ ഇഞ്ചി പിഴിഞ്ഞ ചാറ് ഒഴിച്ചത്. കാരണം ഇഞ്ചിയുടെ ചാറ് അങ്ങനെ അല്ലാതെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ആ വെള്ളമെല്ലാം വറ്റി വന്നത് വറുത്ത് എടുക്കാൻ കുറേ സമയം എടുക്കും. ആ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ എണ്ണയിൽ വറുക്കാതെ അങ്ങനെ അങ്ങ് വറുത്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഉലുവയും കായും ഇട്ടില്ലല്ലോ ഒന്നും. അതും ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക. ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കുക. അത് വറ്റി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നല്ലൊരു മണം വരും കേട്ടോ. അന്നേരം അത് നല്ലൊരു മണമായിരിക്കും. കട്ടി നമുക്ക് അറിയാം, നമുക്ക് അറിയാമല്ലോ എടുക്കുമ്പോൾ. ഒലിച്ച് പോകാത്ത ഇലയിൽ വെക്കുമ്പോൾ ഒലിച്ച് പോകാത്ത രീതിയിലുള്ളതാക്കി അങ്ങനെ എടുക്കുക. അങ്ങനെ അതെടുത്തിട്ട് അപ്പം നാളത്തേക്കുള്ളതാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഓണം വലിയ ആഘോഷം അങ്ങനെയൊന്നുമില്ല. എൻ്റെ ബ്രദർ ഞങ്ങളെ വിട്ട് പോയിട്ട് തന്നെ 2 മാസം കൊണ്ട് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീണ്ടും കാണാം, നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.